بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തൗബയുടെ ചർച്ച ചെയ്തപ്പോൾ അതിലേക്ക് അള്ളാഹുവിൻ്റെ ഖദറിൻ്റെ ചർച്ച കയറി വന്നതാണ്. മനുഷ്യൻ ചെയ്യുന്ന എല്ലാം അള്ളാഹുവിൻ്റെതാണ്. മനുഷ്യന്റെ ചിന്തയും അള്ളാഹുവിൻ്റെതാണ്. മനുഷ്യനെ സ്വയമായി ചെയ്യാനുള്ള ഇഷ്ടം ഇഖ്തിയാർ സ്വാതന്ത്ര്യമുണ്ടോ? ഉണ്ട്. ആ സ്വാതന്ത്ര്യവും അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. ആ സ്വാതന്ത്ര്യത്തിലും അവൻ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നിയന്ത്രണമുണ്ട്. എന്നാൽ ഭൗതികന്മാർ ഇതിൻ്റെ ഹക്കീക്കത്ത് മനസ്സിലാക്കാത്തത് കൊണ്ട് ചിലർ പറയും ഇത് എന്താ ഇടപാടാണ്, സ്വാതന്ത്ര്യമില്ലാത്ത ഇടപാട്, ജബറാണല്ലോ, അടക്കി ഇരിക്കുക, അതായത് യാതൊരു സ്വാതന്ത്ര്യം നൽകാതിരിക്കുക, അതാണ് ജബർ. ഒരു സ്വാതന്ത്ര്യം നൽകാതിരിക്കുക, എല്ലാം അള്ളാഹുവിൻ്റെ തന്നെ. അവന് മനുഷ്യർക്ക് എന്താണ്, രക്ഷാശിക്ഷകൾക്ക് എന്താണ് അർത്ഥമുള്ളത്? ഇങ്ങനെ ഭൗതികന്മാർ ചിന്തിക്കും. വേറെ ചിലർ പറയും ഈ പറഞ്ഞൊന്നും ശരിയല്ല, ഇത് മനുഷ്യന്റെ വെറും പ്രവൃത്തി മാത്രം, അള്ളാഹുവിന് പ്രവൃത്തിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, സിട്ടിപ്പ് കഴിഞ്ഞാൽ കഴിഞ്ഞു, അങ്ങനെ പറയുന്ന ഖദരിയാക്കൾ. ആദ്യം പറഞ്ഞ് ജബരിയാക്കൾ. വേറൊരു വിഭാഗം മധ്യനില സ്വീകരിച്ചവരാണ്. അവര് പറയും ഈ പ്രവൃത്തിയെല്ലാം അള്ളാഹുവിനാണ്, അള്ളാഹുവിൻ്റെതാണ്, എന്നാൽ മനുഷ്യന് കസ്ബുണ്ട്, ഇന്നതിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വേറൊരു വിഭാഗം പറയും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞതെല്ലാം തന്നെ ഓരോ രീതിയിൽ സത്യമാണ്, എന്നാൽ ആരും തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം പരിപൂർണമായി അറിഞ്ഞിട്ടില്ല. പരിപൂർണമായി ആരും തന്നെ അതിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞിട്ടില്ല. യാഥാർത്ഥ്യം അറിയണമെങ്കിൽ ആലിമുൽ ഗൈബായ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്ന പ്രകാശത്തിന്റെ ആ വിളക്ക്, ആ പ്രകാശത്തിന്റെ പൊത്ത്, അവിടെ നിന്നും പ്രകാശം ഇവന്റെ മനസ്സിലേക്ക് വന്നെങ്കിൽ മാത്രമേ, അഥവാ സൂഫിസത്തിലേക്ക്, തസൗഫിന്റെ വഴിയിലേക്ക്, തസ്കിയത്തുൽ ഖൽബിന്റെ വഴിയിലേക്ക് വന്നവർക്ക് മാത്രമേ ഈ ഖദറിനെ കുറിച്ചുള്ള വിവരം ശരിക്കും മനസ്സിലാവുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോ ഒരു ചോദ്യം വന്നു. ഫൈൻ കുൽത്ത, അപ്പൊ നീ ചോദിച്ചാൽ, എന്താ ചോദിച്ചത്? ചോദിക്കുന്ന ആള്, ഖദ് ഖളൈത, താങ്കൾ വിധിച്ചു, അലാ കുല്ലി വാഹിദിൻ മിനൽ ഖായിലീന, മൂന്ന് വിഭാഗം ആൾക്കാരുടെ കാര്യമല്ലേ പറഞ്ഞ്. ഒരു വിഭാഗം ജബരിയാക്കള്, ഒരു വിഭാഗം ഇഖ്തിറാഅ് പറഞ്ഞ ഖദരിയാക്കള്, വേറൊരു വിഭാഗം അഹ്ലുസുന്നത്തിന്റെ മുത്തവസ്സിത്ത്. മൂന്ന് വിഭാഗത്തിന്റെ കാര്യമല്ലേ പറഞ്ഞ്. അപ്പൊ താങ്കള് ഈ പറഞ്ഞവരിൽപ്പെട്ട ഓരോരുത്തരുടെ മേലും താങ്കൾ വിധിച്ചു, ജബർ കൊണ്ടും ഇഖ്തിറാഅ് കൊണ്ടും കസ്ബ് കൊണ്ടും. താങ്കൾ പറഞ്ഞല്ലോ അങ്ങനെയാണെന്ന്. എന്നിട്ട് അദ്ദേഹം അങ്ങനെ അന്നഹു സാദിഖും മിൻ വജ്ഹിൻ, താങ്കൾ വിധിച്ചു ഇവർ ഓരോരുത്തരുടെ മേലും ഇങ്ങനെ പറഞ്ഞ്, ജബർ കൊണ്ടും ഇഖ്തിറാഅ് കൊണ്ടും കസ്ബ് കൊണ്ടും പറഞ്ഞ ഓരോരുത്തരുടെ മേലും താങ്കൾ വിധിച്ചു അന്നഹു സാദിഖുൻ മിൻ വജ്ഹിൻ, ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവരെല്ലാം സത്യം പറഞ്ഞിട്ടുണ്ടെന്ന്. ഓഹോ മഹാസിദ്ക്ക്, സത്യമുള്ളതോടുകൂടെ ഖാസിറുൻ, അവർ കാര്യം മനസ്സിലാക്കുന്നതിൽ നിന്നും ഖാസിറുമാണ്, അവരുടെ വിവരം ചുരുങ്ങിയിരിക്കുകയാണ്, പരിപൂർണമായി മനസ്സിലായിട്ടില്ല, യഹാത്ത ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം ഒരു ഭാഗത്തിലൂടെ സത്യമാണെന്നും പറഞ്ഞു, വേറൊരു ഭാഗത്തിലൂടെ ഖാസിറാന്ന് പറഞ്ഞു. ഇതെങ്ങനെയാ ശരിയാകുന്ന? വഹാദ തനാഖുദുൻ, ഇത് പരസ്പരം വിരുദ്ധമല്ലേ? ഫകൈഫ യുംകിനു ഫഹ്മു ദാലിക, അപ്പൊ ഇതിനെ മനസ്സിലാക്കൽ എങ്ങനെ സാധ്യമാവും? ഏത് രൂപത്തിലൊന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ പറഞ്ഞ കാര്യത്തെ? വഹൽ യുംകിനു ഈസാലു ദാലിക, ഇതിനെ എത്തിച്ചേർക്കൽ സാധ്യമാകുമോ? ഇലൽ അഫ്ഹാമി ബിമിസാലിൻ, ഫഹ്മുകളിലേക്ക്, മനുഷ്യന്റെ ഫഹ്മുകളിലേക്ക് ഇതിനെ ഏതെങ്കിലും ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തരാൻ പറ്റുമോ? ഇങ്ങനെ ഈ പറഞ്ഞ എല്ലാം സത്യമാണ്, എന്നാൽ അവരുടെ എല്ലാം സത്യം ഖാസിറാണ് എന്ന് പറഞ്ഞതിലേക്ക് ഒരു ഉദാഹരണം പറയാവോ? അദ്ദേഹം പറഞ്ഞത് പൊട്ടക്കണ്ണൻ ആനയെ കണ്ട സംഭവമാണ്. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഈ പൊട്ടക്കണ്ണൻ ആനയെ കണ്ടു എന്ന് പറയുന്ന ആ പ്രയോഗം ഇമാം ഗസാലിയിൽ നിന്ന് വന്നതാണെന്നാണ് മനസ്സിലാകുന്നത്. അല്ലാണ്ട് ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്ന് ഇമാം ഗസാലി പഠിച്ചായിരിക്കില്ലല്ലോ. കുറെ നോക്കുക. ഫഅലം, നീ അറിയണം, അന്ന ജമാഅത്തൻ മിനൽ ഉംയാനി, അന്ധന്മാരിൽപ്പെട്ട ഒരു സംഘം, അത് സമീഉ, അവർ കേട്ടു, അന്നഹു ഹുമില ഇലൽ ബൽദത്ത്, നാട്ടിലേക്ക് എത്തിക്കപ്പെട്ടിട്ടുണ്ടെന്ന്, ഹയവാനുൻ അജീബ്, അത്ഭുതകരമായ ജീവിയെ, ഒരു മൃഗത്തെ.
യുസമ്മൽ ഫീല, അതിന് ഫീൽ എന്നാണ് പേര്, ആന. എന്നാൽ ഒമാക്കാനു കത്തു ഷാഹദു സൂറത്തഹു, അവരാരും തന്നെ ഈ ആനയുടെ രൂപം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, കാണാത്തവരാണ്. അവർ ഒരുപക്ഷെ അന്ധന്മാരായിത്തീർന്നവരായിരിക്കാം. ആദ്യം അവർക്ക് കണ്ണുകാഴ്ച ഉണ്ടായിരുന്നു, അങ്ങനെ ആകുമ്പോഴാണ് ഈ ഉദാഹരണം ഫിറ്റാകുന്നത്. ആദ്യം അവർക്ക് കണ്ണുകാഴ്ച ഉണ്ടായിരുന്നു, പിന്നെ കണ്ണുകാഴ്ച ഇല്ലാതായതാണ്. അവര് ഈ ആനയെ കണ്ടിട്ടില്ല. വലാ സമയ ഉസ്മഹു, അവന്റെ പേരും കേട്ടിട്ടില്ല. അഫക്കാല് അവര് പരസ്പരം പറഞ്ഞു ലാബുദ്ദലനാമിൻ മുഷാഹദത്തി, അതിനൊന്ന് കാണൽ നമുക്ക് അത്യാവശ്യമാണല്ലോ. അപ്പൊ മാരിഫത്തി, അതിനെ അറിയലും ബിൽ ലംസി, തൊട്ട് നോക്കിയിട്ട് അറിയാമല്ലോ. അല്ലതീ നഖ്ദുറു അലൈഹി, നമുക്ക് കണ്ണിന് ഇപ്പൊ കാഴ്ചയില്ല, അതുകൊണ്ട് ഇതേ മാർഗമുള്ളൂ, തൊട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക. അങ്ങനെ ഫതലബൂഹു, അവരതിനെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഫലമ്മ വസലൂലി, ഈ ആനയെടുക്കൽ എത്തിയപ്പോ ലമസൂഹു, അവരതിനെ തൊട്ട് നോക്കാൻ തുടങ്ങി. വക്കായതു ബാദിൻ, ചിലരുടെ കൈയെത്തി, ബാദിൽ ഒമ്യാനി, ചില അന്ധന്മാരുടെ കൈയെത്തി, അലാ റിജ്ലിഹി, ആനയുടെ രണ്ട് കാലില്. വക്കായതു ബാദിഹിം, ബാദിന്റെ കൈയെത്തി അലാ നാബിഹി, ആനയുടെ കൊമ്പില്. വക്കായതു ബാദിഹിം അലാ ഉദിനിഹി, ചെവിയില്. അങ്ങനെ ഫക്കാല, അവര് പറഞ്ഞു കത് അറഫ്ന, നമ്മൾ മനസ്സിലാക്കി, ആന എന്താന്ന് മനസ്സിലായി എന്ന് അവര് പറഞ്ഞു. ഫലമ്മൻസറഫ്, അവരവിടുന്ന് പിരിഞ്ഞു പോയപ്പോ സഅലഹും, അവരോട് ചോദിച്ചു, ബഖിയത്തുൽ ഉമ്യാനി, മറ്റുള്ള അന്ധന്മാര്, ഇത് തൊട്ടൊന്നും നോക്കിയിട്ടില്ലാത്ത അന്ധന്മാരുണ്ടല്ലോ, അവര് ചോദിച്ചു എങ്ങനെയുണ്ട് ആനയെന്ന്. അപ്പൊ ഫഖ്തലഫത്ത് അജിവിബത്തുഹും, അവരുടെ ജവാബുകളെല്ലാം വ്യത്യസ്തമായ മറുപടിയാ പറഞ്ഞത്. ഫഖാലല്ലദീ ലമസ റിജ്ല, കാല് തൊട്ട് നോക്കിയ ആള് പറഞ്ഞു, ഇന്നൽ ഫീല, ആന എന്ന് പറയുന്ന മാഹു, അതല്ല, ഇല്ലാ മിസ്ല ഉസ്തുവാനത്തിൻ ഹസനത്തിൻ, തൂണ് പോലല്ലാതല്ല. ഉസ്തുവാനത്തിൻ ഹസനത്തിൻ, തൂണ് പോലത്തത്. ഹസനത്ത് എന്ന് പറഞ്ഞാൽ പരിവരിപ്പുള്ള തൂണ് പോലത്തത്. അള്ളാഹിർ, ലാഹിർ പരിവരുത്താണ്. ഇല്ല അന്നോ അല്യനോ, കാരണം തൊടുമ്പോ അകത്തേക്ക് ഇങ്ങനെ ഉൾവലിയുന്നുണ്ടല്ലോ. ഈ ശരീരത്തിൽ തൊടുമ്പോ ഇരുമ്പിൽ തൊടുന്ന പോലെയോ മരത്തിൽ തൊടുന്ന പോലെയോ അല്ലല്ലോ, തൊടുമ്പോ ഒരു മയമായിട്ട് തോന്നും. വെളിയിൽ പരിവരിപ്പുണ്ട്, എന്റെ ആനയുടെ കാലം എങ്ങനെയാണല്ലോ. അപ്പൊ അവര് പറഞ്ഞു ഇത് തൂണാണ്, തൂണ്, വെളിയില് പരിവരുത്ത ഒരു തൂണാണ്. ഇല്ലാന്നോ അലിയനും, പക്ഷെ ഈ പറഞ്ഞ തൂണിനേക്കാൾ മയമുണ്ട് അതിന്, കാരണം മയമുള്ളതുകൊണ്ടാണല്ലോ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് കൈ. വക്കാലല്ലതി ലമസൻ നാബ, കൊമ്പിനെ തൊട്ട് നോക്കിയ ആള്, അയാൾക്ക് പരിവൃത്തിയായിട്ട് മനസ്സിലായിട്ടില്ലല്ലോ. അയാൾ പറഞ്ഞു ലൈസക്കമായ കുരു, ഇയാൾ പറയുന്ന പോലെ അല്ല, ബൽ മറിച്ച് ഹുവ, അത് സരിബുൻ, ഉറച്ചതാണ്, ലാ ലീനഫി, അതില് ഈ പറഞ്ഞ മയമൊന്നുമില്ല, നല്ല ഉറച്ചിരിക്കുക. അംലസു, അംലസ എന്ന് പറഞ്ഞാല് പുറം ഭാഗം നല്ല മയമുള്ളത്. ലാ ഹുഷൂനത്തെ ഫി, അതിൽ പരിവരിപ്പൊന്നുമില്ല, ചില്ലുപോലെ, കൊമ്പ് അങ്ങനെയാണല്ലോ. വലൈസഫി ഗിൽദിൽ ഉസ്തുവാൻ, തൂണിന്റെ കട്ടിയൊന്നും അതിലില്ല, അസ്ലൻ, ഒട്ടും തന്നെ. മിസ്ലു ഉമൂദിൻ, ഉമൂദ് എന്ന് പറഞ്ഞാല് മരം കൊണ്ടുള്ള തൂണ്, മറ്റേത് ഇരുമ്പ് കൊണ്ടുള്ള തൂണ്, അതിനാ ബലം കൂടുതൽ. വെറും തൂണ് പോലെയാണ്. വക്കാലല്ലതി ലമിസൽ ഉദിന, ലമസൽ ഉദിന, ചെവിയെ തൊട്ട് നോക്കിയാൽ പറഞ്ഞു ലഹംരി, സത്യമായിട്ടും അത് ലീനുൻ, മയമുണ്ട്, മയമുള്ളതാണ്, പരിവരുത്തമല്ല. ഒഫീഹി ഖുശൂനത്ത്, അതിൽ പരിവരിപ്പും ഉണ്ട്, രണ്ടും ഉണ്ട്. അങ്ങനെ ഫസദ്ദഖ അഹദഹും, ആദ്യം പറഞ്ഞ രണ്ടുപേരിൽപ്പെട്ട ഒരാളെ അയാൾ വാസ്തവമാക്കി ഫിഹി, ഈ വിഷയത്തിൽ. വലാക്കി, പക്ഷെ അയാൾ പറഞ്ഞു മാഹുവ, ഇതല്ല, മിസ്ല ഉമൂദിൻ, ഉമൂദ് പോലെയല്ല, വലാഹുവ മിസ്ല ഉസ്തുവാനത്തിൽ, ഇരുമ്പിന്റെ തൂണ് പോലെയും അല്ല. വൈന്നമാഹുവ മിസ്ല ജിൽദിൻ അലീദിൻ, വീതിയുള്ള ഒരു തോല് പോലെയാ, ഖലീദിൻ, കട്ടിയുള്ള വീതിയുള്ള ഒരു തോല് പോലെയാ എന്ന് അയാളും പറഞ്ഞു. ഫകുല്ലു വാഹിദിൻ മിൻ ഹഉലാഇ, ഇവരിൽപ്പെട്ട ഓരോരുത്തരും സദഖ മിൻ വജീൻ, ഓരോ രീതിയിൽ അവർ സത്യമാണ് പറഞ്ഞത്. ഇത് കാരണം അഖ്ബറ കുല്ലു വാഹിദിൻ, ഓരോരുത്തരും വാർത്ത അറിയിച്ചത് അമ്മ അസാബഹു, അയാൾക്ക് ലഭിച്ച ഒന്നിനെ കുറിച്ചാണ്. മിൻ മാരിഫത്തുൽ ഫീലി, ആനയുടെ മാരിഫത്തിൽ നിന്നും അയാൾക്ക് എത്തിച്ചതിനെയാണ് അയാൾ പറഞ്ഞത്. വലം യഖ്റുജു വാഹിദുൻ, ഒരാളും പുറത്തു പോയിട്ടില്ല, ഫി ഖബരി, അയാളുടെ ഖബറിൽ, അയാൾ വാർത്ത അറിയിക്കുന്നതിൽ, അൻ വസ്ഫിൽ ഫീലി, ആനയുടെ വസ്ഫിനെ തൊട്ട് പുറത്തു പോയിട്ടില്ല. ആനയ്ക്ക് പരിവരിപ്പുണ്ട്, ആനയ്ക്ക് മയമുണ്ട്, കൊമ്പാണെങ്കിൽ മിനുസമുള്ളതാണ്, ഇതെല്ലാം ആനയിലുള്ളതാണ്. വലാക്കുന്നു, പക്ഷെ അവർ ബിജുംലത്തിയും, അവരെല്ലാവരും തന്നെ ഖസറു അനിൽ ഇഹാതത്തി ബികുൻഹി സൂറത്തിൽ ഫീലി, ആനയുടെ രൂപം, അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ വലയം ചെയ്ത് മൊത്തം ഇൽമ് മനസ്സിലാക്കുന്നതിനെ തൊട്ട് അവര് ന്യൂനതയുള്ളവരെ, അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ആന എന്താണെന്ന്. ബിഹാദൽ മിസാലി, ഈ ഉദാഹരണത്തിനെ കുറിച്ച് നീ നോക്ക്.
വാത്തബിർ ബി, നീ ഇതുകൊണ്ട് ഗുണപാഠം ഉൾക്കൊള്ളു. ഫൈനോ മിസാലു അക്സരി മഖ്തലഫൻ നാസുഫി, ജനങ്ങളുടെ ഭിന്നത ഉണ്ടാകുന്ന എല്ലാത്തിനും പറ്റിയ ഉദാഹരണമാണിത്. ജനങ്ങളുടെ ഭിന്നത ഉണ്ടാകുന്ന കാര്യം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു അവിടെ എല്ലാം ഈ ഉദാഹരണം പറ്റും. പൊട്ടക്കണ്ണൻ ആനയെ കണ്ടതുപോലെ. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇമാം ഗസാലിയിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലാക്കാം. ഫൈൻഖാനഹാദ, ഇതാണെങ്കിലും ശരി, കലാമൻ ഒരു കലാമാണെങ്കിലും ശരി, യുനാത്തിഹു ഉലൂമൽ മുക്കാശഫത്തി, ഉലൂമുൽ മുക്കാശഫയോട് ഏറ്റുമുട്ടുന്ന ഒരു കലാമാണെങ്കിലും ശരി, ഉലൂമുൽ മുക്കാശഫ അള്ളാഹുവിന്റെ കശ്ഫിന്റെ ഇൽമ്, ആ ഇൽമുമായിട്ട് ഇത് ഏറ്റുമുട്ടും. അഥവാ കശ്ഫിന്റെ ഇൽമ് ഇതുമായിട്ട് യാതൊരു ബന്ധമുള്ളതല്ല, തികച്ചും വിഭിന്നമാണ്. കശ്ഫിന്റെ ഇൽമ് കിട്ടിയ ആൾക്ക് മനസ്സിലാകും ഉമ്മാരെല്ലാം പൊട്ടന്മാരാന്ന് മനസ്സിലാകും. അപ്പൊ കശ്ഫിന്റെ ഇൽമിനോട് ഏറ്റുമുട്ടുന്ന ആണ് ഈ കലാമെങ്കിലും ശരി. വയുഹരിക്കു അംബാജഹ, ആ കശ്ഫിന്റെ ഇൽമുകളുടെ മൗജുകളെ ഇളക്കി വിടുന്നതാണ് ഈ ഇൽമെങ്കിൽ, ഈ പറഞ്ഞെങ്കിലും ശരി. വലൈസദാലിക്കമ്മിൻ ഖർദിന, ഇത് നമ്മുടെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല, നമ്മളിത് പറയേണ്ട കാര്യമില്ല, അങ്ങനെ വന്നുപോയതാണ്. അതുകൊണ്ട് ഫൽ നെർജി, നമുക്ക് മടങ്ങാം. ഇലാമാ കുന്ന ബിസ്വദദിഹി, നാം ഏതൊന്നിലായിരുന്നു അതിലേക്ക് മടങ്ങാം. ഇലാമാ, ഒന്നിലേക്ക് നമ്മളായിരുന്നു. ബിസ്വദദിഹി, അതിന്റെ ഹക്കീക്കത്തിലായിരുന്നു. ബഹു, അത് ബയാനു അന്ന തൗബത വാജിബത്തു, തൗബ വാജിബാണ്. ബിജമീഉ അജ്സാഇഹ അസ്സലാസതി, അതിന്റെ 3 ജുസുക്കൾ മൊത്തത്തോടു കൂടെ തൗബ വാജിബാൻ. 3 ജുസുക്കൾ പറഞ്ഞല്ലോ, അൽ ഇൽമു വന്നദമു വത്തർക്കു. ഇൽമ്, അള്ളാഹുവിന്റെ മഹബൂബായ അള്ളാഹു നമ്മിൽ നിന്ന് അകന്നു പോകുന്നുള്ള ഇൽമ്, ആ ഇൽമു വന്നപ്പോ ഉണ്ടായ അവനുണ്ടാകുന്ന ഖേദം, പിന്നെയോ കഴിഞ്ഞു പോയതിന് നിലവിലെ പാപങ്ങളെ ഒഴിവാക്കുക. ഈ 3 കൂടി ഉള്ള തോബ നിർബന്ധമാണ്. വാനൻ നെതമ, ഖേദം എന്ന് പറയുന്നത് വെറും ലറൂരി അല്ല, മറിച്ച് ദാഖിലുൻ ഫിൽ വുജൂബി, അത് വുജൂബിൽ പെട്ടതാണ് എന്ന് വിശദീകരിക്കലാണ് നമ്മുടെ ഉദ്ദേശം. കൗനി, കാരണം ആ നെതമായ കാരണത്താൽ വാക്യാൻ ഫി ജുംലത്തി അഫ്ആലില്ല, അള്ളാഹുവിന്റെ ഫെയിലുകളുടെ ജുംലയിൽപ്പെട്ടതാണ്, ബാക്കിയായതാണ്. എല്ലാം അള്ളാഹുവിന്റെ ഫെയിലാണ്. മനുഷ്യന്റെ കുദറത്തും മനുഷ്യന്റെ ഇറാദത്തും അവന്റെ ഇഖ്തിയാറും എല്ലാം അള്ളാഹുവിന്റെ ജുംലയിലുള്ളതാണ്. അതുപോലെ തന്നെയാണ് നദമും. അപ്പൊ നദമു വാജിബാണ്. വാക്യൻ ഫി ജുംലത്തി അഫ്ആലില്ല അൽ മഹ്സൂറത്തി ബൈന ഇൽമിൽ അബ്ദി വ ഇറാദത്തിഹി വ ഖുദ്റത്തിഹി, മനുഷ്യന്റെ ഇൽമിന്റെയും അവന്റെ ഇറാദത്തിന്റെയും അവന്റെ ഖുദ്റത്തിന്റെയും ഇടയിൽ ഹസ്ർ ചെയ്യപ്പെട്ട, പരിമിതപ്പെടുത്തപ്പെട്ട അള്ളാഹുവിന്റെ ഫെയില്. അള്ളാഹുവിന്റെ ഫെയില് അവിടെ ഉണ്ടാകുന്ന എപ്പോഴാണ്? മനുഷ്യന്റെ ഇൽമും ഇറാദത്തും ഖുദ്റത്തും വരുമ്പോഴാണ്. അൽ മുത്തഖല്ലിലത്തി ബൈനഹ, ഇവകളുടെ ഇടയിൽ പിന്നെ കയറി വന്ന ഖുദ്റത്ത്, ഇവകളുടെ ഇടയിൽ ഈ പറഞ്ഞ ഇൽമ് ഇറാദത്ത്, അതിന്റെ ഇടയിൽ കയറി വന്ന ഖുദ്റത്ത്, ആ ഖുദ്റത്തിന്റെയും ഇൽമിന്റെയും ഇറാദത്തിന്റെയും ഇടയിൽ മഹ്സൂറാണ് ആയ അള്ളാഹുവിന്റെ ഫെയിലുകളിൽ പെട്ടതാണ്. ഇതെല്ലാം അള്ളാഹുവിന്റെ ഫെയിലിൽ വന്നതാണ്. അതുകൊണ്ട് ഇത് വാജിബാണ്. അപ്പൊ ഒമാഹാദ, ഇതല്ല വസ്ഫുഹു, മനുഷ്യന്റെ വസ്ഫല്ല, മനുഷ്യന് സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാം അള്ളാഹുവിന്റെ ഖൽക്കാണ്. അപ്പൊ അങ്ങനെ വരുമ്പം മനുഷ്യൻ്റെതാണ്, എല്ലാം അള്ളാഹുവിൻ്റെതാണ്. അപ്പോ അള്ളാഹു താല നിർബന്ധമാക്കിയതും അള്ളാഹുവിൻ്റെതാണ്. ഫസ്മുൽ വുജൂബി, അപ്പൊ വുജൂബ് എന്ന് പറയുന്ന ഇസ്മ് യശ്മലുഹു, ഈ നെദ്മില് ഖേദത്തിനെ ഉൾക്കൊള്ളുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.